നമസ്കാരം. This is regarding നമ്മുടെ ഇപ്പോൾ കറൻറ്റ് എമ്പുരാൻ ഇഷ്യൂ. What is Imran issue? Imran issue എന്താണെന്ന് വെച്ചാൽ Imran is a very good movie. No doubt about it. The movie is very well written. നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കഥ. അത് നന്നായിട്ട് ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. The shoot scripts, the camera angles, the editing, everything is very good. ഞാൻ ഈ സിനിമ പേഴ്സണലി പോയി കണ്ടു. I was waiting for it. I waited for it. I went on a Friday. It's very expensive. ഞാൻ താമസിക്കുന്ന നാട്ടിൽ ടിക്കറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് പോയി കണ്ടു. ഐ ഫെൽറ്റ് വെരി ബാഡ്. വൈ ഐ ഫെൽറ്റ് ബാഡ് ഈസ് ദിസ് മൂവി വാസ് ബീങ് പാക്കേജ്ഡ്. The movie was packaged in such a way. ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. There was a lull in the Malayalam film industry. Only രേഖാചിത്രം ആൻഡ് വേറൊരു സിനിമ, രേഖാചിത്രം പിന്നെ വേറെ ഒരു സിനിമയും കൂടി മാത്രമാണ് ഈ വർഷം നന്നായിട്ട് ഓടിയിരിക്കുന്നത്, ക്യാഷ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദർ വാസ് ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നല്ലോ. എമ്പുരാൻ വിൽ റിവൈവ് ദി മലയാളം ഫിലിം ഇൻഡസ്ട്രി. ദി ഫിയോക് വാസ് ഹാപ്പി, ഫെഫ വാസ് വെരി എക്സൈറ്റഡ്. തിയേറ്ററിലേക്ക് ആൾക്കാർ തിരിച്ചു വരും. പിന്നെ വിഷു ഈസ് കമ്മിങ്, മമ്മൂട്ടിയുടെ ബസൂക്ക ഈസ് ലൈൻഡ് അപ്പ്, സൽമാൻ ഖാൻ സ്റ്റാറർ സിക്കന്ദർ ഈസ് ലൈൻഡ് അപ്പ്. സോ ദിസ് വുഡ് ബി എ ഗുഡ് beginning for Malayalam industry, അല്ലേ? അതൊക്കെ ഓർത്തിട്ടാണ് we committed ourselves. But what has happened is this guy, the director of the movie, has packaged നമ്മൾ വടക്ക് എന്നൊക്കെ പറയില്ലേ, വടക്ക്, നമ്മൾ അതിൻ്റെ പച്ച പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വടക്ക് ഹാസ് പാക്കേജ്. അതിന് വടക്ക് കണ്ടൻറ്റ്, നല്ലൊരു സിനിമ അതിൻ്റെ വടക്ക് പാക്കേജ് ചെയ്തിട്ട് മോഹൻലാലിനെ മാതിരി മഹാപ്രതിഭ. മോഹൻലാൽ നമ്മുടെ വികാരമാണ്. ഹീസ് ആർ സെൻറ്റിമെൻറ്റ്, മലയാളീസിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ആണ്. ആ വികാരത്തിനെ പൊതിഞ്ഞിട്ട് ഒരു വടക്ക് നമ്മുടെ അടുത്തേക്ക് തള്ളിവിട്ടു. ഓക്കെ, ഈ കഴിഞ്ഞ ഇതിൻ്റെ റിലീസിൻ്റെ മുമ്പേ ഒരു 15 days ഈ ഡയറക്ടർ ഓഫ് ദ മൂവി ഐ ഹേർഡ് ഇറ്റ്സ് ഇൻ സോഷ്യൽ മീഡിയ ദാറ്റ് മൂപ്പർ തന്നെ പോയിട്ട് സെൻസർ ബോർഡിൽ പോയിട്ട് അപ്ലൈ ചെയ്തു. സെൻസർ ബോർഡിൽ ഡിസ്കസ് ചെയ്തിട്ട് പാസ്സാക്കിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാ പ്രൊമോഷനിലും പുള്ളിയാണ് വന്നിട്ട് തല കുലുക്കി സിനിമ അങ്ങോട്ട് തള്ളി. ഓക്കെ, ഹി ക്രിയേറ്റഡ് എ ഹൈപ്പ്. ഹി വൺ ദ ഹൈപ്പ്. ബട്ട് the movie didn't justify the lot of contents. ഇതൊരു എമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ സിനിമ ആണെങ്കിലും അണ്ടർ കറന്റ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഇത് ബേസിക്കലി ഇറ്റ് വാസ് സയ്യിദ് മസൂദ്സ് റിവെഞ്ച് സ്റ്റോറി, അല്ലേ? ആ സയ്യിദ് മസൂദിൻ്റെ റിവെഞ്ച് സ്റ്റോറി ഇസ് പാക്കേജ്ഡ് ഹിയർ ആൻഡ് ദെയർ വെരി ബാഡ്. ഒരു വലിയൊരു വിഭാഗത്തിനെ മോശപ്പെട്ട രീതിയിൽ കാണിച്ചിട്ട് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ്. ഹിന്ദു ബാഷിങ്, ലെറ്റ് മീ യൂസ് ദാറ്റ് വേർഡ്, ഹിന്ദു ബാഷിങ് അല്ലേ ഇത്? ഹിന്ദു ബാഷിങ് വിൽ നോട്ട് ബി ടോളറേറ്റഡ് എനി മോർ. അതുകൊണ്ടല്ലേ ഒരു പ്രതിഷേധമില്ല, ഒരു മാർച്ചില്ല, ഒരു പ്രതിമ കത്തിക്കലില്ല. ദർ ഈസ് നോ ഹ്യൂ ആൻഡ് ക്രൈ, ദർ ഈസ് നോ വയലൻസ്, ദർ ഈസ് നോ ബ്രേക്കിംഗ് ഡൗൺ തിയേറ്റേഴ്സ്. ബട്ട് the makers of the film had to apologize. That might be a strategy. ഈ വലിയ ബുദ്ധി കാണിക്കുന്ന ആൾക്ക്, ഡയറക്ടർക്ക് ചിലപ്പോൾ അതും ആ ഒരു ബുദ്ധിയായിരിക്കും. കാരണം ഇപ്പോൾ റിലീസിന് എത്തി, ചിലപ്പോൾ ആൾക്കാർ പിന്നെയും പോയി എക്സൈറ്റഡ് ആയിട്ട് കാണും. അപ്പോൾ റീറണ്ണാണ്. ബിക്കോസ് ഹി അണ്ടർസ്റ്റുഡ് this movie is a good movie, but might not have a return value. ഇപ്പോൾ തിരിച്ച് 2 പ്രാവശ്യം 3 പ്രാവശ്യം കണ്ടാലൊക്കെ അല്ലേ. See, the movies that have done like 1,000 crores, 1,500 crores, those had റിവ്യൂ വാല്യൂ. ഒരു വിഭാഗം ആൾക്കാർ 2, 3, 4 പ്രാവശ്യം കണ്ടിട്ടാണ് ഈ 1000 കോടി വലിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ സിനിമയ്ക്ക് ആ ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല എന്ന് ഈ ഡയറക്ടർക്ക് മനസ്സിലായിണ്ടാവും. അപ്പോൾ ദാറ്റ്സ് ദ റീസൺ. ആദ്യത്തെ ഒരു 5 ദിവസം 6 ദിവസം കൊണ്ട് ഈ 200 കോടി 300 കോടി, പിന്നെ അടുത്ത ഒരു 200 കോടി വരണമെങ്കിൽ ദർ ഷുഡ് ബി സം കോൺട്രവേഴ്സി. അപ്പോൾ അതിനാണ് ഈ റീ എഡിറ്റ് ഇത് എന്ന് പറഞ്ഞ് പിന്നെ റിലീസ് ചെയ്യണത്. സോ സി, in all, it's a total Hindu bashing.
BJP ബാഷിംഗ് ആണ്. അത് ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പം ജഗതി പറഞ്ഞ മാതിരി ഇത് ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് പറഞ്ഞ മാതിരി ഒന്നും അല്ല. ദിസ് ഈസ് വെരി ക്ലിയർ. മലയാളി നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരല്ലേ. വി നോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഞാനൊരു സിനിമ എടുക്കുകയാണ്, അതിലൊരു മാഷിൻ്റെ കൈ വെട്ടി. എവറിബഡി നോസ് അല്ലേ. മലയാളി സോഷ്യോ പൊളിറ്റിക്കോ ഇൻ്റലക്റ്റ് ഉള്ള ആൾക്കാർക്ക് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ആരെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. ഇറ്റ്സ് സോ ഓബ്വിയസ്. സിമിലർലി വാട്ട് ഐ വോണ്ട് ടു സേ to see BJP is in the line of fire for this movie, right? അപ്പോൾ ഇതിപ്പോൾ ആഘോഷിക്കുകയാണല്ലോ കോൺഗ്രസും CPM ഒക്കെ. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പോയി സിനിമ കണ്ടു, MV ഗോവിന്ദൻ പോയി സിനിമ കണ്ടു, എവ്രിബഡി, ഓൾ ദ മിനിസ്റ്റേഴ്സ്, ദേ ആർ ഓൾ ഗോയിങ് ആൻഡ് പേയിങ് ആൻഡ് വാച്ചിങ് ദ മൂവി. ഗുഡ്, വെരി ഗുഡ്. ഞാൻ എന്താ പറഞ്ഞറിയോ, മൈ മെസ്സേജ് ടു കോൺഗ്രസ് ആൻഡ് CPM, ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. ആ രീതി ചില സമയത്ത് ചില ആൾക്കാരെ പറ്റി വി ഷുഡ് നോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. കാരണം ഈ ഡയറക്ടറിനെ പറ്റിയിട്ട് ചെതലാണ്. എൻ്റെ വീടിൻ്റെ വാതിൽ തട്ടിയാലും നിങ്ങളുടെ വീടിൻ്റെ വാതിലിൽ വന്നാലും ഇറ്റ് വിൽ നോട്ട് സ്പെയർ എനി വൺ. സോ ദ ഡയറക്ടർ, അവൻ്റെ ഹിസ് മെൻറ്റാലിറ്റി, ഹിസ് ഇൻ്റലക്റ്റ് ഇസ് ലൈക്ക് ചെതലാണ്. അത് ഇന്ന് BJPക്കാണ്, നാളെ നിങ്ങളുടെ ഇതിലും തിരിയും. അപ്പോൾ സൂക്ഷിക്കാം. ഓക്കെ, റെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്.